എന്ന് പറഞ്ഞാൽ പഴയതും പുതിയതുമായിട്ടുള്ള വർക്കിംഗ് ആണ്. പഴയത് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും, വർക്കിംഗ് ഇല്ല. പുതിയതാണെങ്കിൽ താഴ്ത്തി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി ഇങ്ങനെ പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഗ്യാസ് ടൈപ്പാണ്. ഇതിൽ ഗ്യാസ് ഓയിലെല്ലാം പോയിട്ടുള്ളതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ മാറ്റുമ്പോൾ രണ്ട് സൈഡ് ഒരുമിച്ച് മാറ്റും. ഒരു സൈഡ് കംപ്ലയിൻ്റ് എന്നും പറഞ്ഞു ആ ഒരു സൈഡ് മാത്രം മാറ്റാതിരിക്കരുത്. രണ്ട് സൈഡ് ഒരുമിച്ച് മാറ്റിയാൽ ആ ഒരു വാഹനത്തിൻ്റെ വർക്കിംഗ് കൺട്രോൾസ് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കോയിൽ സ്പ്രിങ് ഇളക്കി മാറ്റി, അതിൻ്റെ ബൂട്ട് ഇളക്കി മാറ്റി, അതിനുശേഷം ഇതിൻ്റെ മൗണ്ടിങ് മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാപ്പിൽ വരുന്ന ബെയറിംഗ് ആണ്. നമ്മൾ സ്റ്റിയറിംഗ് ലെഫ്റ്റ് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ഈ ബെയറിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ബെയറിംഗ് നമ്മൾ ഗീസൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. ബെയറിംഗ് യാതൊരു പ്രോബ്ലം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. 2014 ഹുണ്ടായി വെർണ ഫ്ലൂയിഡിക്കാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ വർക്ക് ഫുള്ളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ആദ്യം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സ് ഉണ്ട്, എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ റാമ്പിലിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് റാക്കടിയുണ്ട്, നല്ല രീതിക്ക് റാക്കടിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് റൈറ്റും ലെഫ്റ്റും രണ്ട് സൈഡ് സ്റ്റഡ് പോയി കിടക്കണം. ഫ്രണ്ട് സ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഷോക്കപ്സറാണ്, നല്ലതുപോലെ പോയിട്ടുണ്ട്. വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ കുറവാണ്. സ്പ്രിങ്ങിൻ്റെ ലോഡ് മാത്രമേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് ഓടിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് സ്റ്റഡ് മാറണം. അത് ഫുൾ സെറ്റല്ല, നമുക്ക് സ്പ്രിങ് പഴയതാണ്. മൗണ്ടിങ് നമുക്ക് രണ്ട് സൈഡ് മാറണം. പിന്നെ ലിങ്ക് റോഡ്, ബാലൻസ് റോഡ്, ബുഷ്, സ്റ്റിയറിംഗ് ബോക്സ് രണ്ട് സൈഡ് ലോവർ ആകും. അപ്പോൾ സസ്പെൻഷൻ വർക്ക് ഫുള്ളായി. ആ സ്പ്രിങ്ങും കൂടി മാറിക്കഴിഞ്ഞാൽ പുതിയതാവും, മൊത്തം വർക്കും ആയേനെ. പക്ഷേ സ്പ്രിങ് സാധനം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമർ സ്പ്രിങ് മേടിച്ചില്ല. സ്പ്രിങ് മാറേണ്ട കാര്യമില്ല, സ്റ്റഡ് മാത്രം മാറിക്കൊടുത്തത്, സ്റ്റഡും അതിൻ്റെ മൗണ്ടിങ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 വീല് ബ്രേക്കെല്ലാം നോക്കി സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. എന്ന് പറഞ്ഞാൽ എയർ ബാഗുള്ള വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എയർ ബാഗുള്ള വണ്ടി സ്റ്റിയറിംഗ് ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ക്ലോക്ക് സ്പ്രിങ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റിയറിംഗ് സെൻറ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ഇളക്കാനായിട്ട്. സ്റ്റിയറിംഗ് സെൻറ്റർ ചെയ്തിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് മാറി വീണ്ടും സ്റ്റിയറിംഗ് വീലൊന്ന് സെൻറ്റർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്റ്റിയറിംഗ് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് സ്പ്രിങ്ങിൽ യാതൊരു പ്രോബ്ലം ഇല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഇളക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ക്ലോക്ക് സ്പ്രിങ്, എയർ ബാഗും അതുപോലെ തന്നെ കണക്ടർ, ഈ കൺട്രോൾ സ്വിച്ചൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ക്ലോക്ക് സ്പ്രിങ് ഉണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഹോൺ കേൾക്കത്തില്ല, എയർ ബാഗ് വർക്കാകത്തില്ല, അതുപോലെ തന്നെ കൺട്രോൾ സ്വിച്ചൊന്നും വർക്കാകത്തില്ല. ഇതെല്ലാം നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട്. ഇത് ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് നമുക്ക് നോക്കി കെയർ ചെയ്ത് വേണം നമുക്ക് ചെയ്യാൻ. ഏതൊരു വാഹനം, ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം എയർ ബാഗുള്ള ക്ലോക്ക് സ്പ്രിങ് വരുന്ന വാഹനമാണ്. അപ്പോൾ ആ സ്റ്റിയറിങ്ങിൻ്റെ എന്ത് പരിപാടി ചെയ്താലും അത് നമുക്ക് കൺട്രോൾ ചെയ്ത് ലെവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഇളക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് നമുക്ക് തുടങ്ങാം. ഇത് ബൂട്ട് 3 ഓർഡർ ചെയ്താണ് ഈ ഒരു കസ്റ്റമർ വാഹനത്തിൻ്റെ സ്പെയർ എല്ലാം വാങ്ങിക്കൊണ്ട് വന്നത്. ഡിക്കിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് സ്റ്റഡ് നമുക്ക് ജെന്യൂൻ പാർട്സാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത്. സ്റ്റഡ് മൗണ്ട് മാത്രം വേറൊരു കമ്പനിയാണ് കിട്ടിയത്. ഇത് നമുക്ക് സ്റ്റഡ് ഇത്രയും സെറ്റായിട്ട് നമുക്ക് മാറണം. ലോവർ ആം എടുത്തിട്ടുണ്ട്, രണ്ട് സൈഡ് ലോവർ ആം, സ്റ്റഡ് രണ്ട് സൈഡ്, ലിങ്ക് റോഡ് രണ്ട് സൈഡ്. ഇതെല്ലാം ബൂട്ട് 3 ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ സ്റ്റെബിലൈസർ ബാർ ബുഷ് 490 രൂപ ഒരെണ്ണത്തിന് വില ഉണ്ട് കേട്ടോ. അത്രയും വിലയുണ്ട് സാധനത്തിന്, ഒരു ബുഷിന്. പിന്നെ എന്ന് പറഞ്ഞാൽ ലിങ്ക് റോഡ് 2 സ്റ്റഡ് മൗണ്ട് 2 അതും എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്യാനുള്ളത്. സ്റ്റിയറിംഗ് ബോക്സ് വാഹനത്തിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതായിരിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ബോക്സും ജെന്യൂനാണ്. ഏകദേശം 9,703 രൂപയോളം സ്റ്റിയറിംഗ് ബോക്സിന് വിലയുണ്ട്. ഇത് ബൂട്ട് 3 ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീലിളക്കണം. ഫ്രണ്ട് 2 വീലിളക്കിയതിന് ശേഷം നമുക്ക് തുടങ്ങാം വർക്ക്. അങ്ങനെ വാഹനത്തിൻ്റെ വർക്ക് തുടങ്ങി. നമ്മൾ ഫ്രണ്ട് വീല് റാമ്പിലിട്ട് ഇളക്കി. അതിനുശേഷം ലോവർ ആം, ലിങ്ക് റോഡ്, ക്രോസ് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ക്രോസിലാണ് നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത്. ഈ കാണുന്ന സ്റ്റിയറിംഗ് ബോക്സ്, ബാലൻസ് റോഡ് ബുഷ് വരുന്നത്, സ്റ്റെബിലൈസർ ബാർ, ലിങ്ക് റോഡ് വരുന്നത്. സ്റ്റെബിലൈസർ ബാർ എന്ന് പറയും, ബാലൻസ് റോഡ് എന്നും പറയും കേട്ടോ ഇതിന്. പിന്നെ ലോവർ ആം വരുന്നത്. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ബോക്സ്, ഈ കാണുന്ന ഫുൾ സെറ്റ്, ബാലൻസ് റോഡ് ബുഷ്, ലിങ്ക് റോഡ്, ലോവർ ആം. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് സ്റ്റഡ്, ഷോക്ക് അബ്സർ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ സ്പ്രിങ് നമ്മൾ പഴയതാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബൂട്ടും കാര്യങ്ങളും. പിന്നെ മൗണ്ടിങ് പുതിയതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് പണിഞ്ഞിട്ടൂടെന്ന് ചിലർ ചോദിക്കും. പക്ഷേ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് വന്നിട്ട് നമുക്ക് മാറുമ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ബൂട്ട്, ടയറോഡൻറ്റ്, പിന്നെ ഇവിടെ വരുമ്പോൾ റാക്ക് ബുഷ്, അതുപോലെ രണ്ട് സൈഡും. ഇവിടെ വരുമ്പോൾ പ്ലഞ്ചർ വേണം. പിന്നെ പിനിയൻ റാക്കൊക്കെ തേയ്മാനം ഉണ്ടെങ്കിൽ അതും മാറ്റേണ്ടി വരും. അപ്പോൾ സ്റ്റിയറിംഗ് ബൂട്ട്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടയറോഡൻറ്റ് ഇത്രയും മാറി വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 5 ചില്ലറ 6 രൂപയ്ക്കകത്ത് വരും. അപ്പോൾ അതിനേക്കാളും ഒരു 3 ചില്ലറയും കൂടി മുടക്കി കഴിഞ്ഞാൽ പുതിയ സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത 1,00,000-1.5 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടാം എന്നുള്ളതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഹുണ്ടായി ജെന്യൂൻ പാർട്സാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. പണിഞ്ഞിടാം, പക്ഷേ പണിഞ്ഞിടുമ്പോൾ ഏകദേശം നല്ല കോസ്റ്റ് വരുന്ന സ്റ്റിയറിംഗ് ബോക്സ്, ഏകദേശം സ്വിഫ്റ്റ് ഓൾഡ് മോഡൽ പവർ സ്റ്റിയറിംഗ് മോട്ടറും കൂടി ഉൾപ്പെടെയാണ് സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത്. അങ്ങനെയുള്ളവർ 34,000-36,000 മുടക്കി പുതിയത് മാറത്തില്ല. അപ്പോൾ അത് പണിഞ്ഞാണ്ടിടുന്നത്. അങ്ങനെ പണിഞ്ഞിടുന്ന ഒരുപാട് വാഹനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കോസ്റ്റ് വരുമ്പോൾ നമുക്ക് പണിഞ്ഞിട്ടാലും ഒരു 6-7 രൂപയ്ക്കകത്ത് പണിഞ്ഞിടാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് പുതിയ സ്റ്റിയറിംഗ് ബോക്സ് ഫുൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഫുൾ സെറ്റ് വരുമ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ടയറോഡൻറ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ബൂട്ട്, പിന്നെ രണ്ട് സൈഡും
എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഫുൾ അങ്ങ് സെറ്റ് ചെയ്താൽ മതി. ഒരു 4 ബോൾട്ട് ഇളക്കി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് അലൈൻമെൻറ്റ് നോക്കണം. വീൽ എപ്പോഴും സെൻറ്റർ ചെയ്തിട്ട് മാത്രമേ സ്റ്റീറിങ്ങിൻ്റെ ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് സ്റ്റിയറിംഗ് സെൻറ്റർ ആകത്തുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. ഞാൻ ബോൾട്ടൊക്കെ ഇളക്കി സ്റ്റിയറിംഗ് ബോക്സ് ഒന്ന് മാറണം. ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് റാക്ക് പുഷ് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റാക്ക് തേയ്മാനം വന്നിട്ട് റാക്ക് അടിയുണ്ട്, ടക്കിന് സൗണ്ട് ഉണ്ട്. അതിന് വേണ്ടിയാണ് ഈ ഒരു വാഹനത്തിന് ഈ ഒരു സാധനം സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. കട്ടറിലൊക്കെ കയറുമ്പോൾ നല്ല നോയ്സാണ് കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓർഡർ കൊടുത്തത് ഈ ഒരു കസ്റ്റമർ അതിന് സ്പെയറൊക്കെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് റോഡ് ബുഷും ലോവർ ആമും ലിങ്ക് റോഡ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വാഹനത്തോടെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. ഏകദേശം ഇതിൻ്റെ വില വന്നിട്ട് 9703 824 കേട്ടോ. ഇത് ഹുണ്ടായുടെ ജെനുവൻ പാർട്സ് ആണ് കേട്ടോ. ഗുഡ് മോന്നൊക്കെ ഓർഡർ ചെയ്ത് കിട്ടും. 5000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള പാർട്സ് ആണെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല, താഴെയാണെങ്കിൽ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഹുണ്ടായി ജെനുവൻ പാർട്സ് തിരുവനന്തപുരം മുട്ടത്തറയ്ക്ക് അടുത്ത് SK ഓട്ടോമൊബൈൽസ് ഉണ്ട്. അവിടെ നിന്നാണ് കൂടുതലും നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു വാഹനത്തിനും ജെനുവൻ പാർട്സ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഷോക്ക് അബ്സർ എന്ന് പറയും. ഇതിലാണ് ഫുൾ ലോഡ്, എഞ്ചിൻ ലോഡും സസ്പെൻഷൻ്റെ ലോഡും വാഹനത്തിൻ്റെ ലോഡെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡാണ്. നമുക്കിതിൻ്റെ വർക്കിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ ലോഡ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ സ്പ്രിങ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് നാൾ ഓടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റഡ് മൗണ്ടിങ് മാറിക്കളയണം. സ്റ്റഡ് മൗണ്ടിങ് ഇടിച്ചിടിച്ച് താഴ്ന്നു പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റഡ് ലൂസായി കഴിഞ്ഞാൽ അതിൻ്റെ ബെയറിങ് സ്റ്റഡ് എല്ലാം കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റഡ് മൗണ്ടിങ് മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്റ്റഡ് 2 സൈഡ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഈ സ്റ്റഡ് മാത്രം മാറുന്നത്. സ്പ്രിങ് പഴയതായിരിക്കും. ബുഷൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ മൗണ്ടിങ് മാറണം. ബെയറിങ്ങിലെ ഗ്രീസൊക്കെ വെച്ച് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഈ ഒരു സ്റ്റഡ് മാറണമെങ്കിൽ സ്റ്റഡ് റിംഗ് കംപ്രസറുണ്ട്. അതിൻ്റെ സ്റ്റഡ് പുള്ളർ എന്ന് പറയും. സ്റ്റഡ് കംപ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു സ്റ്റഡ് നമുക്ക് ഈ ഒരു സ്പ്രിങ് ഊരിയെടുക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു എല്ലാം കൂടി സ്പ്രിങ്ങിൻ്റെ ലോഡ് വന്ന് തെറിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് വലിയൊരു അപകടമാണ്. അതങ്ങനെ ആരും ചെയ്യരുത്. ഇതാണ് സ്റ്റഡ് റിംഗ് കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റഡ് പുള്ളർ എന്ന് പറയും. അപ്പോൾ ഇത് ലോഡ് ചെയ്ത് കംപ്രസ് ചെയ്ത് താഴോട്ട് ചുരുക്കി വയ്ക്കുമ്പോൾ നമുക്ക് സ്റ്റഡ് ഫ്രീ ആയിട്ട് നമുക്ക് മൗണ്ടിങ് ഊരിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നമുക്കിതെല്ലാം ഇളക്കിയിട്ട് സ്റ്റഡിൻ്റെ വർക്കിംഗ് നോക്കി നമുക്ക് ഇതിൻ്റെ മൗണ്ടിങ് എങ്ങനെയാണെന്ന് മാറി. ഇപ്പോൾ നമ്മൾ സ്റ്റഡ് പുള്ളർ വെച്ച് കോയിൽ സ്പ്രിങ് കംപ്രസ് ചെയ്യുമ്പോൾ സ്റ്റഡ് സ്പ്രിങ് ലൂസാവും. ഇത് ലൂസായതിന് ശേഷം മാത്രമേ ഈ ഒരു മൗണ്ടിങ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. 19-ൻ്റെ ലോങ് ബോക്സ് ഇട്ട് ഇതിൻ്റെ നെറ്റ് ഇളക്കിയതിന് ശേഷം മൗണ്ടിങ് ഇതിനകത്ത് ബെയറിംഗ് ഉണ്ട്, കപ്പുണ്ട്, ബുഷുണ്ട്. ഇതെല്ലാം മാറി നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ കോയിൽ സ്പ്രിങ് ഇളക്കി മാറ്റി, അതിൻ്റെ ബൂട്ട് ഇളക്കി മാറ്റി, അതിനുശേഷം ഇതിൻ്റെ മൗണ്ടിങ് മാറ്റിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാപ്പിൽ വരുന്ന ബെയറിംഗ് ആണ്. നമ്മൾ സ്റ്റിയറിംഗ് ലെഫ്റ്റ് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ഈ ബെയറിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ബെയറിംഗ് നമ്മൾ ഗീസൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. ബെയറിംഗ് യാതൊരു പ്രോബ്ലവും ഇല്ല. പിന്നെ സ്റ്റഡിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ കാണുന്ന സ്റ്റഡ് ഒട്ടും വർക്കിംഗ് ഇല്ല കേട്ടോ. അതാണ്ട് മൊത്തം പോയിട്ടുണ്ട്. ഇത് താഴ്ത്തി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാസ് ടൈപ്പ് ആണെങ്കിൽ പൊങ്ങി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിരിക്കും വാഹനം ഓടിക്കുമ്പോൾ. ഒരു വാഹനത്തിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു സ്പ്രിങ് ആക്ഷൻ ആവുന്ന സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ടൈപ്പാണ്. ഒരു ചിച്ചി എന്നുള്ള ഒരു സൗണ്ട്, നല്ല ഒരു കട്ടറിലൊക്കെ വീഴുമ്പോൾ നല്ല രീതിക്ക് സ്മൂത്തിങ് വർക്കിംഗ് ഉള്ള വാഹനത്തിന് ആ ഒരു സൗണ്ട് കേൾക്കുന്നതായിരിക്കും. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റഡിൻ്റെ വർക്കിംഗ്. ഒരു വർക്കിങ്ങും ഇല്ല. സ്പ്രിങ്ങിൻ്റെ ലോഡിലാണ് ഈ ഒരു വാഹനം ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡ് നമുക്ക് ഒറിജിനൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതായി കാണുന്നതാണ് സ്റ്റഡിൻ്റെ വർക്കിംഗ് കാണാം. ഇത് നല്ല ടൈറ്റാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. നമ്മൾ ഫുള്ള് താഴ്ത്തിട്ട് വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരുന്നത് കാണാം. ഇതിൻ്റെ ഗ്യാസ് ടൈപ്പാണ് ഇത് വരുന്നത്. ഗ്യാസും ഓയിലും കൂടി എല്ലാം കൂടി ഫിക്സ് ചെയ്ത് വരുന്നതാണ്. ലെഫ്റ്റ് റൈറ്റും ഉണ്ട്. സൈഡ് മാറിപ്പോകരുത്. സൈഡ് ഓരോ സൈഡിനും കറക്റ്റായിട്ട് ലെഫ്റ്റ് റൈറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിനലിൽ വരുന്നതെന്ന് വെച്ചാൽ ഹുണ്ടായി ജെനുവൻ പാർട്സ് ആണ്. ഇത് നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ. പഴയതും പുതിയതുമായിട്ടുള്ള വർക്കിംഗ് ആണ്. പഴയത് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും, വർക്കിംഗ് ഇല്ല. പുതിയതാണെങ്കിൽ താഴ്ത്തി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി ഇങ്ങനെ പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഗ്യാസ് ടൈപ്പാണ്. ഇതിൽ ഗ്യാസ് ഓയിലെല്ലാം പോയിട്ടുള്ളതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ മാറ്റുമ്പോൾ 2 സൈഡ് ഒരുമിച്ച് മാറ്റുക. ഒരു സൈഡ് കംപ്ലയിൻ്റ് എന്നും പറഞ്ഞ് ആ ഒരു സൈഡ് മാത്രം മാറ്റാതിരിക്കരുത്. 2 സൈഡ് ഒരുമിച്ച് മാറ്റിയാലേ ആ ഒരു വാഹനത്തിൻ്റെ വർക്കിംഗ് കൺട്രോൾസ് അടിപൊളിയാവത്തുള്ളൂ. അലൈൻമെൻറ്റും ഈ ഒരു ഷോക്കിലാണ് വരുന്നത്. പുഷൊക്കെ മാറിക്കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് വാഹനം ഓടിക്കോളും. ടയറൊക്കെ വെട്ടി തേയത്തില്ല. ഇതെല്ലാം ചെയ്തതിന് ശേഷം അലൈൻമെൻറ്റ് മസ്റ്റ് ആദ്യം ചെയ്യണം. അങ്ങനെ നമ്മൾ സ്റ്റഡ് സെറ്റ് ചെയ്തായിരുന്നു. കോയിൽ സ്പ്രിങ് എല്ലാം ക്ലീൻ ചെയ്തു, സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഗ്രീസ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബെയറിംഗ് കേട്ടോ. ബെയറിങ്ങിനകത്ത് നല്ല രീതിക്ക് ഗ്രീസ് വെച്ച് ഭയങ്കര നല്ല സ്മൂത്താണ് കറങ്ങാനായിട്ട്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മുകളിലാണ് നമുക്ക് ഇതിൻ്റെ മൗണ്ടിങ് വരുന്നത്. മൗണ്ടിങ് നമ്മളിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് BIR എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വെർണ ഫ്ലൂയിഡിക്ക് ഫ്രണ്ട് സ്റ്റഡ് മൗണ്ടാണ്.
ഹുണ്ടായി വെർണ ഫ്ലൂഡിക്ക് ഒരു 630 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മൗണ്ടിങ്ങും പഴയതും പുതിയതായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല താഴ്ന്നു പോയ ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല രീതിക്ക് താഴ്ന്നു പോയൊരു അവസ്ഥയാണ്. ഇത് ഹൈറ്റ് കൂടുതലാണ്. ഹൈറ്റ് കൂടുമ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും ആ സ്റ്റഡ്. അപ്പോൾ സ്റ്റഡ് നല്ല ടൈറ്റ് ആകുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും വാഹനം. ഓടിക്കാൻ സൗണ്ടെല്ലാം മാറും, ജെർക്കിങ് മാറും, ഫ്രണ്ട് കട്ടൽ വീഴുമ്പോൾ ഒരു ഇടി ഫീൽ ചെയ്യില്ല, എല്ലാം ഓക്കെ ആവും. അപ്പോൾ ഇത് മൗണ്ടിങ് മാത്രം നമുക്ക് മാറാൻ പറ്റും. മാറിക്കഴിഞ്ഞാൽ സ്റ്റഡ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. മൗണ്ടിങ് കംപ്ലയിൻറ്റ് വന്നാൽ സ്റ്റഡ് കംപ്ലയിൻറ്റ് വരും. അതാണ് ഈ ഒരു വാഹനത്തിന് കംപ്ലയിൻ്റ് ആയത്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്കിതിൻ്റെ ബുഷ് സെറ്റ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് കംപ്രസർ ലൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റഡ് ഓക്കെ ആവും. ഇതിന് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതേ പ്രോസസ്സിംഗ് ആണ്, രണ്ട് സൈഡ് ഒരുപോലെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വെർണയുടെ ഫ്രണ്ട് സസ്പെൻഷൻ വർക്കെല്ലാം കഴിഞ്ഞു. നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഷാഫ്റ്റ് പിടിച്ചിട്ട് വീല് സെൻറ്റർ ചെയ്തു. നമ്മൾ നൂല് പിടിച്ച് നോക്കി. പഴയ കാല അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നൂല് പിടിച്ചുകൊണ്ട് ബാക്കും ഫ്രണ്ടും ഒരുപോലെ ലെവലായിരിക്കണം. അതെല്ലാം നോക്കി ഫ്രണ്ട് ഓക്കെയാണ്. ഇനി നമ്മൾ കമ്പ്യൂട്ടറിൽ അലൈൻമെൻറ്റ് നോക്കണം. നമുക്ക് മാറിയ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സ് ഫുള്ളായിട്ട് ക്രോസ് ബാർ ഉണ്ട്. ഈ ക്രോസ് ബാർ ഇത്രയും നമുക്ക് ഇളക്കിയാലേ സ്റ്റിയറിംഗ് ബോക്സ് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്രോസ് നമ്മൾ മാറിയിട്ടുണ്ട്. ക്രോസിൽ പറഞ്ഞ സ്റ്റിയറിംഗ് ബോക്സ്, അതുപോലെ തന്നെ ലിങ്ക് റോഡ്, ലോവർ ആം, സ്റ്റഡ് മൗണ്ട്, ബാലൻസ് റോഡ്, ബുഷ്, ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ള് സസ്പെൻഷൻ വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കോയിൽ സ്പ്രിങ് മാത്രം പഴയത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി വാഹനം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും. ഇത്രയാണ്. നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ഒറിജിനൽ സാധനം നമ്മൾ ഓർഡർ ചെയ്ത് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വിളിച്ചാലുള്ള നമ്പർ കൊടുത്തിട്ടില്ല, വാട്സപ്പിലുള്ള നമ്പറേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വെർണ ഫ്ലൂഡിക്കിൻ്റെ സസ്പെൻഷൻ വർക്ക്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.